ഹായ് ഹലോ എവരി വൺ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എക്സലിനെ കുറിച്ചും ഷീറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചല്ലേ. സോ അതിൽ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയായിരുന്നത്. സോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻസ് ഒക്കെ വെച്ച് നമുക്ക് ഒരു വർക്കിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എങ്ങനെ ഇക്വേഷൻസ് ഒക്കെ വെച്ച് സിമ്പിളായിട്ട് ഈ ഡാറ്റാസ് ഒക്കെ സോർട്ട് ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും അതുപോലെ നമുക്ക് റിപ്പോർട്ട്സ് ഒക്കെ എടുക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്ന ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സമ്മ് വെച്ച് ഇക്വേഷൻസ് വെച്ചിട്ട് സമ്മ്, ആവറേജ്, കൗണ്ട്, അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഫിൽറ്ററിങ്ങും സോർട്ടിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എൻ്റെ പേര് മുഹമ്മദ് അഷ്ഫാഖ്. സോ ഇന്നത്തെ എക്സൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനിവിടെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് റഫായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തേക്കുന്നതാണ്. സോ ഇതിൽ മെയിനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലേ. സോ ഇതിൽ ഇപ്പോൾ ഓൾറെഡി ഫിൽറ്ററായി കിടക്കുകയാണ്. ഞാൻ ഫിൽറ്റർ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, യെസ്. സോ ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ അതിനെ എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. ഓക്കെ, എനിക്കിതിനെ ഒന്നില്ലെങ്കിൽ ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ റീജിയൻ്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിലും എനിക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ആദ്യം തന്നെ സോർട്ട് ചെയ്യേണ്ട ആ ഒരു റേഞ്ച് മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഈ ടേബിൾ മാത്രം സോർട്ട് ചെയ്താൽ മതി, ബാക്കി പുറത്ത് കുറച്ച് ഡാറ്റാസ് ഒക്കെ എടുക്കണം, അതൊന്നും സോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ ഞാനത് ആ ഡേറ്റ് മാത്രം അല്ലെങ്കിൽ ആ ഒരു ടേബിൾ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡാറ്റയിൽ പോവാം. ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ സോർട്ട് റേഞ്ച് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അല്ലേ. ഈ സോർട്ട് റേഞ്ചിൽ നമ്മുടെ അടുത്ത് ചോദിക്കും കോളം എനെ ബേസ് ചെയ്ത് നമുക്ക് A to Z പോലെ അസെൻഡിങ്ങിൽ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ കോളം എ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസെൻഡിങ്ങിൽ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് അതിനെ ബേസ് ചെയ്ത് മതി എന്നുണ്ടെങ്കിൽ എനിക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ പറയണേ എനിക്ക് അതിൻ്റെ ബേസ് ചെയ്തതല്ല വേണ്ടേ, എനിക്ക് ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്താൽ വേണ്ടേ. അതായത് ചെറിയ എമൗണ്ടുകളെല്ലാം, ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളതെല്ലാം ആദ്യം വരണം, താഴേക്ക് വലിയ ക്വാണ്ടിറ്റിയിലുള്ളതെല്ലാം വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡാറ്റയിൽ പോവാം. സോർട്ട് റേഞ്ചിൽ അഡ്വാൻസ്ഡ് സോർട്ട് റേഞ്ച് സെറ്റിങ്സ് എന്നും പറഞ്ഞൊരെണ്ണം ഉണ്ടാകും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിക്കും ഏതിനെ ബേസ് ചെയ്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയും കോളം ഇയിലാണല്ലേ ക്വാണ്ടിറ്റി കിടക്കണേ. സോ ഞാൻ അവിടെ കോളം ഇ കൊടുത്ത് എന്നിട്ട് ഡാറ്റ ഹാസ് ഹെഡർ റോ എന്നും പറഞ്ഞ് കൊടുത്ത്, അതായത് ഈ ഒരു സെലക്ട് ചെയ്തേക്കണ ടേബിളിന് അവിടെ ഒരു ഹെഡിങ് ഉണ്ട്. ഫസ്റ്റത്തെ ആ ഒരു റോ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹെഡിങ് ആയിരിക്കും. സോ അത് സോർട്ട് ആവില്ല, ബാക്കിയുള്ളതെല്ലാം സോർട്ട് ആവും. സോ എന്നിട്ട് ഞാൻ കൊടുത്ത A to Z ആണോ, അസെൻഡിങ് ആണോ, ഡിസെൻഡിങ് ആണോ എന്നുള്ളത് കൊടുക്കാം. ദെൻ സോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഏറ്റവും ചെറിയതെല്ലാം ആദ്യം വന്ന് ബാക്കിയെല്ലാം വലുതെല്ലാം താഴേക്ക് വന്നിട്ട് സോർട്ടായി. പക്ഷേ ആ ഒരു ടേബിൾ മൊത്തത്തിലാണ് സോർട്ടായേ. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറുത് വന്നേക്കുന്നത് സ്നേഹയുടെ വെസ്റ്റിലുള്ള ലാപ്ടോപ്പാണ് വന്നേക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് സോർട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് ഏത് കോളത്തിനനുസരിച്ച് വേണം അതിനനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ അൺഡു ചെയ്യണം, Ctrl Z കൊടുത്ത് അൺഡു ചെയ്ത് പഴയ പോലെ തന്നെ ആക്കി. ഇനി എൻ്റെ അടുത്ത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് മാനേജർ പറയാണ് എനിക്ക് ലാപ്ടോപ്പിൻ്റെ റിപ്പോർട്ട് മാത്രം തരണം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ റിപ്പോർട്ട് മാത്രം എനിക്ക് എടുത്തു തരാൻ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സോർട്ടിംഗ് ആണോ, അല്ല, നമ്മൾ എന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, കുറേ ഡാറ്റ തന്നിട്ട്, ഇതിപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു 10 പേരുടെ ഡാറ്റയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ 100 1000 കണക്കിന് നമുക്ക് ഡാറ്റാസ് വരും. സോ ആ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്യണം, സോർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിക്കാം. സോ ഞാനിവിടെ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതേപോലെ തന്നെ ടേബിൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് എനിക്ക് അവിടെ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഐറ്റം മാത്രം അവിടെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നേരെ ഡാറ്റയിൽ പോവാം. ദെൻ അവിടെ ക്രിയേറ്റ് ഫിൽറ്റർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ. അതല്ലാണ്ട് തന്നെ ഞാൻ ഇവിടെ ഡാറ്റാസ് എല്ലാം സെലക്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെയും ഒരു ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അത് ഫിൽറ്ററുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഹെഡിങ്സിൻ്റെ ഇവിടെയൊക്കെ ഒരു ഗ്രീൻ കളർ ലൈൻ വന്നേക്കണോ. സോ അതാണ് ഫിൽറ്ററിൻ്റെ ഓപ്ഷനായിട്ട് വന്നത്. സോ ഇനി ഇതും എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൽ ഏത് കോളത്തിനെ വെച്ചിട്ടാണോ നമുക്ക് അവിടെ ഫിൽറ്റർ ചെയ്യേണ്ടത്. എൻ്റെ മാനേജർ പറഞ്ഞത് എന്താ, ലാപ്ടോപ്പിൻ്റെ ബേസ്, ലാപ്ടോപ്പ് മാത്രം എനിക്ക് അവിടെ കണ്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും ഏതൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ആവേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നുമല്ല വേണ്ട, ലാപ്ടോപ്പ് മാത്രം മതി എന്നും പറഞ്ഞ് ലാപ്ടോപ്പ് മാത്രം ഞാൻ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്തായി, അവിടെ ലാപ്ടോപ്പിൻ്റെ ഡാറ്റ മാത്രം വന്നാണ്ടാ. ലാപ്ടോപ്പിൽ ജോണിൻ്റെ ഉണ്ട്, രാഹുലിൻ്റെ ഉണ്ട്, സ്നേഹയുടെ ഉണ്ട്, 3, 2, 1 ഇത്രയും മൊത്തം 6 എണ്ണമാണ് അവരവിടെ സെല്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ മാത്രം ഡാറ്റ കിട്ടി. ഇനി അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് ലാപ്ടോപ്പിൻ്റെ വേണ്ട, കീബോർഡിന് മാത്രം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അല്ലെങ്കിൽ കീബോർഡിന് മാത്രം റിപ്പോർട്ട് കൊടുക്കാൻ പറയുമ്പോൾ കീബോർഡ് അവിടെ ആക്കി കൊടുക്കുക സെയിം പോലെ തന്നെ. അപ്പോൾ അവിടെ കീബോർഡിൻ്റെ ഡാറ്റയും കിട്ടി. ഇനി ഏതിൻ്റെ ആണോ റിപ്പോർട്ട് അവിടെ എടുക്കാൻ പറയണേ അതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. എല്ലാത്തിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ കൊടുത്തിട്ട് തന്നെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആയിക്കോളും. സോ ഇങ്ങനെയാണ് നമ്മളവിടെ ഫിൽറ്ററിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ആണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ അടുത്ത് നോർത്തിലെ മാത്രമുള്ളത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പോലെ തന്നെ റീജിയൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോർത്ത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ഇത് വന്നത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇക്വേഷൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പോകണമെന്നുള്ളതാണ്. സോ അതിന് ഇക്വേഷൻസ് വെച്ച് ചെയ്യാനായിട്ട് നമുക്കത് തന്നെ
എൻ്റെ അടുത്ത് പറയും ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര സെല് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ സെയിൽസ് എത്ര ഉണ്ടെന്നുള്ളതും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയുകയാണ്, ഇതിൻ്റെ ക്വാണ്ടിറ്റിയുടെ ടോട്ടൽ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിമ്പിളായിട്ട് കാണിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇക്വേഷൻ്റെ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലേ, ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യുക, സമ്മ് കൊടുത്തതിന് അവിടെ എന്തായി എൻ്റർ കൊടുത്തതിന് ഇതിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ വന്നില്ലേ ക്വാണ്ടിറ്റിയുടെ. ഇനി അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസിൻ്റെ വേണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് സെലക്ട് ചെയ്യുക, അവിടെ സമ്മ് കൊടുത്തതിനാൽ ജസ്റ്റ് എൻ്റർ കൊടുത്തതിന് അവിടെ ടോട്ടലായി. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റിയുടെ ടോട്ടലും കിട്ടി, സെയിൽസിൻ്റെ ടോട്ടലും എനിക്ക് അവിടെ കിട്ടി. ഇനി യൂണിറ്റ് പ്രൈസിൻ്റെ ടോട്ടൽ എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് സമ്മ് എടുത്ത് ഓക്കെ കൊടുത്തതിനാൽ അതവിടെ വരും. ഓക്കെ, യൂണിറ്റ് പ്രൈസിൻ്റെ വരില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നോളൂ. ഇനി നമ്മുടെ അടുത്ത് പറയാണ് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ വേണ്ട, മാനേജർ പറയണം ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ വേണ്ട, സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ റിപ്പോർട്ട്സ് എടുത്ത് തരാൻ പറയും. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ടോ, ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സമ്മ്, ഇനി അതുപോലെ ആവറേജ്, മിനിമം, മാക്സിമം. ഓക്കെ, ഇത്രയും ഡാറ്റാസ് ക്വാണ്ടിറ്റിയുടെ എടുത്തരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ചെന്ന് ഈ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നെന്ന് പറയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈക്വൽ ടു സം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഒരു ഇക്വേഷൻ അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇക്വേഷൻസ് അവിടെ വരും, എന്താണെന്നുള്ളത് വരും. സോ ആ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് എ സീരീസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഒരു സെല്ല് എന്നാണ് പറഞ്ഞ് കൊടുത്തേക്കണം. ഏതെങ്കിലും ഒരു സെല്ലുകളുടെയോ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ ഡാറ്റയുടെ ഫുൾ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യണത്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഫസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ വർക്ക് ആവുള്ളൂ. കുറേ പേര് സമ്മൊന്ന് മാത്രം കൊടുത്ത് ചെയ്യും, അപ്പോൾ ഇക്വേഷൻ വരുന്നില്ല എന്ന് പറയാറുണ്ട്. സോ ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അതവിടെ മനസ്സിലാവും എന്തിനുള്ളത് ഇക്വേഷൻ. ഇവനിപ്പോൾ ഇക്വേഷൻ അതവിടെ യൂസ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇക്വേഷൻ എപ്പോഴും കൊടുത്തിട്ട് സമ്മ് എന്താണോ ചെയ്യണം ഇക്വേഷൻ കൊടുക്കുക, ഈ ഇക്വേഷൻ എന്നുള്ളത് കൊടുത്തിട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് ഈക്വൽ ടു കൊടുത്തിട്ട് സമ്മെന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഏതിൻ്റെ സമ്മ വേണ്ട, ഇതിൻ്റെ മൊത്തത്തിലുള്ള സമ്മല്ലേ. അപ്പോൾ ഞാനത് ഫുള്ള് സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സമ്മ് വന്ന്, മനസ്സിലായോ? പിന്നെ അതുപോലെ നമുക്ക് എന്താ വന്നേക്കണേ, ഈക്വൽ ടു കൊടുത്തിട്ട് ആവറേജ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആവറേജ് എന്നും പറഞ്ഞ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ കണ്ടോ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആവറേജ് വന്നിട്ടുണ്ട്. ഞാനത് അവിടെ ആവറേജ് എന്നും പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ആവറേജ്, ക്വാണ്ടിറ്റിയുടെ ആവറേജ് ഫുൾ ഇതേപോലെ തന്നെ സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 5.4 ആണ് അവിടെ ആവറേജ്. ഇനി മിനിമം മാക്സിമം ഏതാണ് ചെറുത് ഏതാണ് വലുതെന്നുള്ളത് കാണാൻ വേണ്ടി സെയിം പോലെ തന്നെ ഈക്വൽ ടു മിൻ MIN എന്ന് കൊടുക്കുക, ഈക്വൽ ടു MIN, എന്നിട്ട് ഇത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇതേപോലെ തന്നെ മാക്സ് എന്നും പറഞ്ഞ് കൊടുത്ത് ഇത് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് എന്താണ് മാക്സ് ആണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഏറ്റവും ടോപ്പായിട്ട് വന്നേക്കുന്നത് 15 ആണ്. സോ ഇതാണ് നമുക്ക് വന്നേക്കുന്ന ചെറിയ കുറച്ച്, ഇത് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നമുക്ക് ഇതിലല്ല ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് പഠിക്കാം. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേർക്ക് അറിയാൻ പാടില്ലാത്തത് ഉണ്ടാവുമല്ലോ. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ സമ്മ് ആവറേജ് മിനിമം മാക്സ് ഒക്കെ പഠിച്ചില്ലേ, ഇനി നമ്മുടെ അടുത്ത് പറയാണ് കൗണ്ടും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ ഇവിടെ 10 പേരുടെ ഉള്ളൂ. അപ്പോൾ 10 പേരുടെ ഉള്ളപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ കൗണ്ട് എടുക്കാൻ പറഞ്ഞാൽ 3, 5, 1, 6 ഉള്ളതെന്ന് എനിക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഒരു 100, 500 ഡാറ്റാസ് തന്നിട്ട് അതിനകത്ത് വേഗം കൗണ്ട് എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാനവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നതാണ് കൗണ്ട് ഫങ്ഷൻസ്. ഓക്കെ, കൗണ്ട് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഇത് ഇവിടെ താഴേക്ക് 1000+ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടോട്ടൽ കൗണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇക്വേഷൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു ഇപ്പോൾ ടോട്ടൽ കൗണ്ട്, ആദ്യം നമുക്ക് ലാപ്ടോപ്പിൻ്റെ അല്ലാണ്ട് ടോട്ടൽ ആയിട്ടുള്ള കൗണ്ട് കണ്ടുപിടിക്കാം. അതിന് ഞാൻ ഇവിടെ തന്നെ കൗണ്ട് എന്നും പറഞ്ഞിടുകയാണ്. എന്നിട്ട് ഈക്വൽ ടു കൗണ്ട് ഇത്രയും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം 10 എണ്ണമാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞ് കൗണ്ട് വന്ന്. ഇനി ഇതിപ്പോൾ 10 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്പേഴ്സ് കൗണ്ട് എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇവിടെ നമ്പേഴ്സ്, ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ എക്സ്ട്രാ ആയിട്ട് AB1 എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ മാച്ച് ആവില്ല. കാരണം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താലും, ഞാനിവിടെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്താലും അവിടെ 10 തന്നെയാണ് വരുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് നമ്പേഴ്സ് മാത്രമല്ല ആൽഫബറ്റ്സും വന്നമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈക്വൽ
കൗണ്ടാന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു കൗണ്ട് എ ഇത് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഈ 11 അപ്പോൾ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ, കൗണ്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സും ആൽഫബറ്റ്സും നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ കൗണ്ട് ബ്ലാങ്ക് എന്നും പറഞ്ഞു വരുന്നുണ്ട്. കൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക്. കണ്ടോ, കൗണ്ട് ബ്ലാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര എണ്ണമാണ്, ഞാനിപ്പോൾ ഒരു 3 എക്സ്ട്രാ ബ്ലാങ്ക് ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ 3 ബ്ലാങ്ക് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ കുറേ ഡാറ്റാസ് തന്നിട്ട് ഇതിലിപ്പോൾ എത്ര എണ്ണം ബ്ലാങ്ക് ആയിട്ടുണ്ട്, ഒന്നും ടൈപ്പ് ചെയ്യാത്തതുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതവിടെ ഈ ഒരു ഓപ്ഷൻ അവിടെ യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ ഇതും ഒന്ന് ബോർഡർ കൊടുക്കുകയാണ്. ഞാൻ ഈ ഒരു ഓപ്ഷൻസിനൊക്കെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി അതുപോലെ നമുക്കിനി അടുത്തത് വന്നതാണ് കൗണ്ട് ഇഫ് എന്ന് വന്നത്. ഓക്കെ, കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മെയിനായിട്ട് ഈ കുറേ ഡാറ്റാസിൽ നിന്ന് ഇതിലിപ്പോൾ ലാപ്ടോപ്പിൻ്റെ കൗണ്ട് മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ടോട്ടലായിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് ലാപ്ടോപ്പിൻ്റെ കൗണ്ട് ഇവിടെ എത്രയാണ് വരണം, മൗസിൻ്റെ കൗണ്ട് ഇവിടെ എത്രയാണെന്ന് വരണം, കീബോർഡിൻ്റെ കൗണ്ട് എത്രയാണ് വരണം, അതുപോലെ ടോട്ടൽ സെയിൽസും ഇതേപോലെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്യണ ഇക്വേഷനാണ് ഈക്വൽ ടു കൗണ്ട് ഇഫ്. കണ്ടോ, ഇവിടെ ഉണ്ട് ഈക്വൽ ടു കൗണ്ട് ഇഫ്. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് ഈക്വൽ ടു കൗണ്ട് ഇഫ് എന്നും പറഞ്ഞു കൊടുത്ത്. എന്നിട്ട് ഏതാണ് കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഞാൻ പറയാണ് ലാപ്ടോപ്പ് എന്നാണ്. അപ്പോൾ D to D എന്നും പറഞ്ഞു വന്നിട്ടുണ്ട. ഈ ഒരു ഇതിലുള്ള കോമ ഇത് J3 എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഇതിലുള്ള ലാപ്ടോപ്പ് ഇതിലെത്ര പ്രാവശ്യമുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, അവിടെ എന്തോ ഒരു എറർ വന്ന്. ഓക്കെ, അതായത് ഞാനിപ്പോൾ കൺട്രോൾ എൻ്റർ കൊടുത്തതിന് ഇതിലും വരും. യെസ്, അപ്പോൾ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഇതിൽ മൊത്തം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. അതായത് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ 3 പ്രാവശ്യമാണ് ഈ ഒരു ഡാറ്റ ചെയ്ത് 10 പ്രാവശ്യത്തിൽ 3 എന്താണ് ലാപ്ടോപ്പാണ്, പിന്നെ 2 മൗസാണ്, 3 കീബോർഡാണ്, 2 മോണിറ്ററാണ്. സോ നമുക്കിവിടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ കൗണ്ട് ഇഫ് എന്ന് പറയുന്നത് ഈ ഒരു ഡാറ്റയിൽ ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് എത്രയാണോ അതാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, ഇപ്പോൾ ഞാനിനി ഇവിടെ ഒരു ലാപ്ടോപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ആദ്യം മുതൽ ഇക്വേഷൻ ചെയ്ത് കൊടുക്കണം. വേണ്ട, ഞാനിവിടെ ഒരു ലാപ്ടോപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് അവിടെ കണ്ടോ 4 ഇനിയിപ്പോൾ ഇവിടെ ഒരു മോണിറ്ററും കൂടിയും ആഡ് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി, മോണിറ്റർ 3 നേരത്തെ 2 3 അങ്ങനെ നമ്മൾ ആഡ് ചെയ്യണ അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇക്വേഷൻസ് യൂസ് ചെയ്യാന്നുള്ളത് പറയണം. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ ലാപ്ടോപ്പ് ഇവിടെ 4 ആണെന്ന് പറഞ്ഞില്ലേ നമുക്ക് മറ്റേത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്താലേ. ഈ ലാപ്ടോപ്പ് ഇപ്പോൾ 3 ഉള്ളൂന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ടോട്ടൽ സെയിൽസും കൂടി ഇവിടെ ഈ ഒരു ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഈ 10 അല്ല, ഒരു 1000+ ഡാറ്റാസ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു 100 ഡാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ് ഇതിനകത്ത് നിന്ന് ഈ ലാപ്ടോപ്പിന് മാത്രം ടോട്ടൽ സെയിൽസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇക്വേഷൻ വന്നിടാം. അതായത് ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ. ഞാനിപ്പോൾ കൊടുത്ത് സം ഇഫ്, നമ്മൾ മറ്റ് സം എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് ഒരു റേഞ്ചിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് കണ്ടുപിടിക്കാനായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ടോട്ടൽ പ്രൈസ് മാത്രം എനിക്ക് ഇവിടെ വരണം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കും സം ഇഫ് D സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിലാണല്ലേ ലാപ്ടോപ്പ്, വന്നാലല്ലേ ലാപ്ടോപ്പ് എവിടെ കിട്ടുന്ന അവർക്ക് മനസ്സിലാവുള്ളൂ. ലാപ്ടോപ്പ് കൊടുക്കുക, കോമ കൊടുക്കുക, എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു ഡാറ്റയിൽ നിന്ന് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ എത്ര ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ. ഓക്കെ, കണ്ടോ ഇവിടെ എമൗണ്ട് വന്നില്ലേ, 2,17,000 വന്നില്ലേ ഓട്ടോമാറ്റിക്കായിട്ട്. ഞാൻ ഇതിന് കൺട്രോൾ പ്ലസ് എൻ്റർ കൊടുത്തതിന് എനിക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതും ഫില്ലാവുമെന്ന് പറഞ്ഞ് ഞാൻ കൺട്രോൾ എൻ്റർ കൊടുത്ത് അവിടെ അത് വന്നു. അപ്പോൾ ഇവിടെ കണ്ടോ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ 2,17,000, മൗസ് എന്ന് പറയുന്നത് ടോട്ടൽ 12,500 വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇവിടെ ലാപ്ടോപ്പ് എന്നും പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു സെയിലും കൂടി നടത്തി. ഒരെണ്ണം ഞാൻ സെല്ല് ചെയ്ത് യൂണിറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ലാപ്ടോപ്പിൻ്റെ
45,000 ആണ് കൊടുത്തേക്കണം. അപ്പോൾ 45,000 കൊടുത്ത് ഇവിടെ 45,000 കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ എമൗണ്ട് മാറിയതാണോ. ഇതാണ് ഇക്വേഷൻ ഇട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പിന്നെ നമ്മളവിടെ ഡാറ്റാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചേഞ്ച് ആയിക്കൊണ്ടിരുന്നോളും. നമ്മളിപ്പോൾ ഈ ഒരു ബോക്സ് ഇവിടെ ഓൾറെഡി ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഡാറ്റാസ് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇനി താഴെ വേറൊരു ഷീറ്റിലാണ് നിങ്ങളിപ്പോൾ റിപ്പോർട്ട്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷീറ്റ്സിൽ നിങ്ങൾ സെയിം ഇക്വേഷൻസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയൊക്കെ ചേഞ്ച് വരുന്നുണ്ട് അതിനനുസരിച്ച് അപ്പുറത്തും മാറിക്കോളും. മനസ്സിലായോ? അതാണ് നമ്മൾ ഇക്വേഷൻസ് ഇട്ട് എപ്പോഴും ചെയ്യാൻ വേണ്ടി പറയുന്നത്. ദെൻ സോ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഇതായിട്ടുള്ള കൗണ്ട് ഇഫിൻ്റെ ഇതൊക്കെ പറഞ്ഞ് ഇതല്ലാണ്ട് നമുക്ക് വേറെ കുറേ ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് ഡേറ്റ് എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ അതുപോലെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഏതെങ്കിലും ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇക്വേഷൻസ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇനി വേറൊരു ഇതും കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ കണ്ടോ കുറേ ഡാറ്റാസ് ഉണ്ട്. ഇതിൽ 10 മുകളിലുള്ളതെല്ലാം ഗ്രീൻ കളറിലും അതിൻ്റെ താഴെ ഉള്ളതെല്ലാം അവിടെ എന്താണ് റെഡ് കളറിലും വരാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യുക, നേരെ ഇവിടെ വന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിൽ പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കാം. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുത്തിട്ട് നമുക്കിവിടെ ഡാറ്റ വന്നിട്ടുണ്ട് കണ്ടോ. അതായത് ഇതിൽ മാത്രം ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ പറയുന്നത് ക്വാണ്ടിറ്റി മാത്രം മതി. ക്വാണ്ടിറ്റിയിൽ ഇഫ് കണ്ടോ എം ടി ആണെങ്കിൽ എം ടി, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ്, ഇല്ലെങ്കിൽ ഡേറ്റ് അതിൽ കൂടുതലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഞാൻ പറയുന്നത് എന്താ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതായത് 10 കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരണം, അവിടെ ടെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഗ്രീൻ കളർ വരണം. ഓക്കെ, അവിടെ ഗ്രീൻ കളർ വന്നിട്ടുണ്ട് അവിടെ, പക്ഷേ നമുക്ക് ഗ്രീൻ വേണ്ട, നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് കളർ ഗ്രീനും ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ ആക്കി കൊടുക്കാം. ഗ്രീൻ ആയിട്ടും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ലേ, ടെക്സ്റ്റ് കളർ റെഡും മറ്റേത് ബ്ലൂ ആക്കി കൊടുത്തപ്പോൾ കണ്ടോ 10 മുകളിലുള്ളതെല്ലാം ആ ഒരു കളറിൽ വന്നു. ഇനി എനിക്ക് ഒരെണ്ണോടിയും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് അനദർ റൂൾ കൊടുത്തിട്ട് ഞാൻ പറയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വേണ്ട, ലെസ് ദാൻ എന്നും പറഞ്ഞു കൊടുത്തിട്ട് 10 താഴെ ഉള്ളതെല്ലാം എന്ത് കൊടുക്കാം, റെഡ് കളർ, യെല്ലോ കളറിൽ റെഡ് കൊടുക്കാം. വേണ്ട, 10 താഴെ ഉള്ളതെല്ലാം ആ ഒരു കളറിലേക്ക് വന്നു. ഇനി അതുപോലെ നമുക്ക് കളർ സ്കെയിൽ ഇങ്ങനെ ഓരോന്നനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. സിംഗിൾ കളർ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ദെൻ ഇതിപ്പോൾ ജസ്റ്റ് ഒരെണ്ണം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നുള്ളൂ. ഇതല്ലാണ്ട് വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈസ് ബിറ്റ്വീൻ, അതായത് 10-ൻ്റെയും 15-ൻ്റെയും ഇടക്കാണെന്നുണ്ടെങ്കിൽ കളർ വരാം, അതിൻ്റെ ഇടയിലല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം. അങ്ങനെ ടെക്സ്റ്റ് എക്സാക്ട്ലി, അതായത് എനിക്കിപ്പോൾ ഇവിടെ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഇത് അവിടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്, അതായത് ടെക്സ്റ്റ് ഈക്വൽ ടു ടെക്സ്റ്റ് ഈസ് എക്സാക്ട്ലി ലാപ്ടോപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എൻ്റർ കൊടുത്തേനാ ടെക്സ്റ്റ് ഈസ് എക്സാക്ട്ലി ലാപ്ടോപ്പ് എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കളറും കൊടുത്ത് ഇതും കൊടുത്തതിനാ അവിടെ കണ്ടോ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് കറക്റ്റ് എക്സാക്ട്ലി വന്നതിനെല്ലാം അവിടെ കളർ വരും. അപ്പോൾ നമുക്ക് ഡാറ്റ തന്നിട്ട് ഇതേപോലെ കളേഴ്സോ അല്ലെങ്കിൽ സോർട്ടിങ്ങോ ഫിൽറ്ററൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഇതേപോലെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ, മനസ്സിലായോ? സോ ഇതേപോലെ നമുക്കിനി കുറേ സിമ്പിളായിട്ട് നമുക്ക് വർക്കുകൾ ചെയ്യാനായിട്ട് കുറേ വഴികളുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് എന്തായാലും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി ഏതെങ്കിലും ഇക്വേഷൻസോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ലുക്കപ്പോ വി ലുക്കപ്പോ ഏതെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തതായിട്ട് കാണാം. അപ്പോൾ ഓക്കെ അല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.